And he smashes. അയാളൊരു പോരാളിയാണ്. തൻ്റെ സ്വതസിദ്ധമായ ബോളിംഗ് മികവ് കൊണ്ട് ആരാധക ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയത്, ആയിരക്കണക്കിന് ഇന്ത്യൻ യുവാക്കളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചത്. 2003 ഇന്ത്യക്ക് ലഭിച്ച ലക്ഷ്മി ബാലാജിക്ക് ശേഷം തമിഴകത്തിൽ നിന്നും മറ്റൊരു പേസ് ബോളർ, ഒപ്പം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ 11ാം ഇടം കഴിയാൻ ബോളർ. ടോയ് ക്രഷിംഗ് യോർക്കറുകളിൽ അഗ്രഗണ്യനാണ് ആ 29-കാരൻ. പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, ആധുനിക ക്രിക്കറ്റിൽ സഗീർ ഖാനും ബുംറയ്ക്കും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കണ്ട മറ്റൊരു യോർക്കർ സ്പെഷ്യലിസ്റ്റ്. അതെ, അയാളെ കുറിച്ച് തന്നെ, തങ്കരസു നടരാജൻ. ഇല്ലായ്മയുടെ ലോകത്തു നിന്നും എങ്ങനെ ലോകം കീഴടക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ച തങ്കരസു നടരാജൻ. ക്രിക്കറ്റിലെ മിസ്റ്റർ 360യുടെ ശക്തമായ പ്രതിരോധം തകർത്ത് അവൻ എറിഞ്ഞ യോർക്കറുകൾ പതിച്ചത് ഓരോ ക്രിക്കറ്റ് ആരാധകന്റെയും ഇടനെഞ്ചിലായിരുന്നു. അവസാന IPL സീസണുകളിൽ 16-ലധികം മത്സരങ്ങളിൽ നിന്നും അവൻ എറിഞ്ഞു തീർത്തത് 30-ലധികം യോർക്കറുകൾ. ഇല്ലായ്മയുടെ ഇന്നലകൾക്കെതിരെ മനോഹരമായ യോർക്കറുകൾ കൊണ്ട് അവൻ പകരം വീട്ടി. ഒടുവിൽ ഓസീസിന്റെ വേഗ പിച്ചിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ 11ാമത്തെ ഇടം കയ്യൻ പേസറായി അവൻ അരങ്ങേറി. കുടുംബത്തെ പറ്റി സംസാരിക്കുമ്പോൾ നടരാജന്റെ കണ്ണുകൾക്ക് കൈവരുന്നൊരു തിളക്കമുണ്ട്. കടന്നു വന്ന വഴികളെപ്പറ്റി അയാൾ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അയാൾ നേടിയ വിജയം എത്രമാത്രം വലുതാണ്. ആ വഴിയിൽ എവിടെയെങ്കിലും ഒന്ന് കാലിടറിയിരുന്നെങ്കിൽ അയാൾ മാത്രമല്ല, ഒരു കുടുംബം മുഴുവൻ തകർന്നു പോകുമെന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാകാം ചെറിയൊരു വിജയത്തിൽ പോലും നാം നടരാജനെ അകമഴിഞ്ഞു പുകഴ്ത്തുന്നത്. അയാളുടെ നേട്ടത്തെ സ്വന്തം എന്ന പോലെ ആഘോഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നതും അതിനാലാകാം. ക്രിക്കറ്റ് പ്രതിഭകൾക്ക് യാതൊരു ക്ഷാമവുമില്ലാത്ത ഇന്ത്യ പോലൊരു രാജ്യത്ത് നിന്നും കളിയുടെ മുഖ്യധാരയിലേക്ക് പ്രവേശിക്കുക എന്നത് അത്രമേൽ ദുഷ്കരമായൊരു കാര്യമാണ്. ഒരുപാട് കഴിവും അതിലേറെ ക്ഷമയും അതിനാവശ്യമുണ്ട്. തീർച്ചയായും കഴിവും പ്രതിഭയും നടരാജനിൽ ആവോളം ഉണ്ടായിരുന്നു. പക്ഷെ ക്യാൻബറയിൽ അയാൾ അണിഞ്ഞ നീലക്കുപ്പായത്തിന് നടരാജൻ കടപ്പെട്ടിരിക്കുന്നത് ചിന്നപ്പം പെട്ടിയിലെ ആ കൊച്ചു കുടുംബത്തോടു കൂടിയാണ്. അയാളുടെ ത്യാഗമാണ് ആ നീലക്കുപ്പായത്തിൽ തിളങ്ങുന്നത്. വളർച്ചയും വീഴ്ചയും സംഭവിച്ച ഓരോ പടവിലും മുന്നോട്ട് നോക്കുമ്പോൾ നടരാജൻ ക്രിക്കറ്റ് മാത്രം കണ്ടെങ്കിൽ അത് അവർ നൽകിയ പിന്തുണ കൊണ്ട് മാത്രമാണ്. തമിഴ്നാട്ടിലെ ചിന്നപ്പൻ പെട്ടിയിൽ നിന്നും ഓസ്ട്രേലിയ വരെ വന്നു നിൽക്കുന്ന നടരാജന്റെ ജീവിതം ആയിരക്കണക്കിന് യുവാക്കൾക്ക് പ്രചോദനമാണ്. ആദ്യം വില്ലനായത് സംശയകരമായ ബോളിംഗ് ആക്ഷൻ, പിന്നീട് എൽബോയിലെ ശസ്ത്രക്രിയ, ഒരു മത്സരം പോലും കളിക്കാതെ 3 IPL സീസണുകളിൽ പുറത്തിരുന്നത് തുടങ്ങിയ പ്രതിബന്ധങ്ങളെ എല്ലാം മറികടന്നാണ് നടരാജന്റെ വളർച്ച. ഓരോ തവണയും ചാരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഇല്ല നടരാജൻ, നിങ്ങൾ വൈകിയിട്ടില്ല. നിങ്ങളുടെ തീ തുപ്പുന്ന പന്തുകൾ കണ്ട്, ബാറ്റ്സ്മാൻമാരെ വിറപ്പിക്കുന്ന യോർക്കറുകൾ കണ്ട് കൈയടിക്കാൻ ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഏത് കരുത്തനായ ബാറ്റ്സ്മാന്റെയും മുട്ടുവിറപ്പിക്കുന്ന ഇന്ത്യയുടെ വജ്രായുധമാകാൻ താങ്കൾക്ക് സാധിക്കട്ടെ. ക്രിക്കറ്റ് ലോകം നടരാജൻ എന്ന പേര് വാഴ്ത്തിപ്പാടുന്നത് കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കും. ഓൾ ദ ബെസ്റ്റ് നടരാജൻ.